ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. വീണ്ടും ഒരു പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട്, മിഡിൽ ചാർട്ട് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ട്, റൈറ്റ് സൈഡിൽ കോൾ സൈഡിലുള്ള ചാർട്ടാണ്. സോ ഞാൻ ഫസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പുട്ട് സൈഡിലേക്കുള്ളൊരു എൻട്രി ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു സ്പൈക്ക്, അതായത് കോൾ സൈഡിലേക്കുള്ള റാലി കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു മണത്തു, അതായത് ട്രെൻഡ് ചേഞ്ച് ആയതുപോലെ എനിക്ക് കണ്ടു. സോ ഞാൻ വിചാരിച്ചു എന്തായാലും കോൾ സൈഡ് നിഫ്റ്റിക്ക് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. ലെറ്റ് ദ മാർക്കറ്റ് സേ ദാറ്റ് ഇറ്റ് വിൽ ഗോ അപ്പ്. സോ ഫസ്റ്റ് പ്രൈസ് ഒന്ന് പറയട്ടെ, നമുക്ക് പ്രൈസ് പോകാൻ നിൽക്കുന്നുണ്ട്, മുകളിലേക്ക് കയറട്ടെ, സ്പൈക്ക് എന്തായാലും വരട്ടെ നിഫ്റ്റിയിൽ കോൾ സൈഡിലേക്ക്. സോ എന്തായാലും നമുക്ക് ആ സമയത്ത് ഒരു കോൾ സൈഡിലേക്കുള്ളൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം. സോ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ ട്രെൻഡ് ചേഞ്ച് ആയത് കണ്ടത് എനിക്ക് എന്തായാലും നല്ലതായി. അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്തു. ഇവിടെ പുട്ട് സൈഡിലേക്ക് എൻട്രി എടുക്കാണ്ട് ഞാൻ ഹോൾഡ് ചെയ്ത് നിന്നു. സോ ഞാൻ നോക്കിയത് എന്തായാലും കോൾ സൈഡിലേക്ക് പ്രൈസ് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും പ്രൈസ് ഒന്നും കൂടി താഴേക്ക് വരും, അത് ഡാം ഷുവറാണ്. സോ ലെറ്റ്സ് വെയിറ്റ്. അതായത് ഞാൻ നോക്കിയത് ഇപ്പോൾ നിഫ്റ്റിയുടെ 25,000 കോൾ സൈഡ് ഓപ്ഷനാണ്. സോ ലെറ്റ് ദ മാർക്കറ്റ് കം ഡൗൺ. ഞാൻ 0.236 റേഞ്ച് താഴേക്ക് വരയ്ക്കുന്നുണ്ട്. അത് ഫിബ് റിട്രേസ്മെൻ്റ് എടുത്തിട്ട് താഴേക്ക് ഇപ്പോൾ ഏകദേശം നല്ലൊരു സ്പൈക്ക് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. 348 വരെ നല്ലൊരു സ്പൈക്ക് വന്നു. പ്രൈസ് താഴേക്ക് ഒന്നും കൂടി വരും, അതായത് VWAPൻ്റെ താഴേക്ക് വരും. സോ എന്നാലേ ഞാൻ എൻട്രി എടുക്കുകയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സോ പ്രൈസ് എന്തായാലും എനിക്ക് ഈ പറഞ്ഞ പോലെ താഴേക്ക് വരണം, എന്നിട്ടേ ഞാൻ എൻട്രി എടുക്കുകയുള്ളൂ. അതാണ് എൻ്റെ സെറ്റപ്പ്. സോ കളർ സെറ്റപ്പ് അല്ല കേട്ടോ, നല്ല സെറ്റപ്പാണ്. സോ കണ്ടില്ലേ, ഇൻഡെക്സും വീഴുന്നുണ്ട്, ഫ്യൂച്ചർ ചാർട്ടും വീഴുന്നുണ്ട്, VWAPൻ്റെ താഴേക്ക്, ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ VWAPൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഏകദേശം ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിക്കാണ് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിലുള്ളത്. സോ പക്ഷേ ആ ഒരു റേഞ്ച് ഉണ്ട്, അതായത് ഒരു ചെറിയൊരു ബോക്സിനെ വരച്ചിട്ടുണ്ടല്ലേ, ഒരു റേഞ്ചാണ്. പ്രൈസ് അവിടെ നിന്ന് റിട്രേസ് ആവാറുണ്ട്. സോ ഇവിടെ കോൾ സൈഡിൽ 0.236 റേഞ്ച് നിങ്ങൾ കണ്ടില്ലേ, 25,100 കോൾ സൈഡ് ഓപ്ഷൻ. സോ നല്ലൊരു സ്പൈക്ക് ഇപ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ട്. ലൈവാണ്. സോ മീൻസ് ലൈവല്ല, റെക്കോർഡഡ് വീഡിയോ ആണ്. ഇവിടെ ഏകദേശം ഒരു 20% അടുത്തുള്ളൊരു സ്പൈക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്, 25,100 കോൾ സൈഡ് ഓപ്ഷനിൽ. ഇതിൽ ടാർഗറ്റ് നമുക്ക് മിനിമം ഞാൻ വെക്കുന്നുള്ളത് മാക്സിമം 20-25% പ്രോഫിറ്റാണ്, അത്രയേ ഉള്ളൂ. വേറെ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇതിനേക്കാൾ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ മിനിമം കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്കാണ് പ്രോബ്ലം വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ മിനിമം ട്രേഡും കൊണ്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. സോ കണ്ടില്ലേ, എൻട്രി ടാർഗറ്റിലല്ല കാര്യം, പോയിൻ്റ് ഓഫ് എൻട്രി. ഞാൻ എവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്, ഏറ്റവും ലോ, അതായത് പ്രൈസ് വന്ന് തിരിച്ച് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ളൊരു ഏരിയ. അതാണ് ഞാൻ പറയുന്നത്, പ്രൈസ് ഇങ്ങനെ വന്ന് പോകാറുണ്ട് ഗൈസ്. സോ ദിസ് ഈസ് ദ പ്ലേസ് വെർ യു ഷുഡ് എൻറ്റർ ഇൻ ടു ദ ട്രേഡ്. സോ ഗൈസ്, എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ടാർഗറ്റ് കാണുന്നുണ്ടാവും, ടാർഗറ്റ് ഹിറ്റ് ആവുന്നതും കാണുന്നുണ്ടാവും. സോ ജസ്റ്റ് ബി വിത്ത് മീ. എൻ്റെ കൂടെ ചാനൽ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. എന്നാലും എനിക്ക് എൻ്റെ ചാനലിനൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇതൊക്കെ കണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ വേണ്ടി തോന്നുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഇതുവരെ കണ്ടതിന്, സപ്പോർട്ട് ചെയ്തതിന്. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.